ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചിരക്ക വെച്ചിട്ട് എങ്ങനെ കറി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് പോർഷൻ ചിരക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക് കേട്ടോ. ഇത്ര ഐറ്റംസാണ് ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചിരക്ക എന്നാണ് പറയുക. ഇനി വേറെ സ്ഥലങ്ങളിൽ പലരും പല ടൈപ്പ് പേരുകൾ ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങളവിടെയൊക്കെ എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് കേട്ടോ ചിരക്ക കറി വെക്കാൻ പോണത്. ചട്ടിയിൽ വേണ്ടവർക്ക് ചട്ടിയിൽ വെക്കാം. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചട്ടിയിലാവുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് ചടപടേന്ന് പണി കഴിയണമെങ്കിൽ കുക്കറിൽ വെക്കാം. അപ്പോൾ നമ്മളെല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ നമ്മൾ കുറച്ച് പരിപ്പ് ഇങ്ങനെ വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പരിപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറവുണ്ട് വെച്ചെങ്കിൽ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതാ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നമ്മൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് രണ്ട് വിസിൽ കേട്ടോ. 2 വിസിലാവുമ്പോഴത്തേനും നമ്മൾ നന്നായി വെന്തിട്ടുണ്ടാവും. ഈ നേരം കൊണ്ട് നമുക്ക് തേങ്ങ ചിരവി എടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു അരമുറി തേങ്ങ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ പച്ചക്കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 വിസിലാവുമ്പോഴത്തേന് തന്നെ ഇത് നന്നായി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നല്ല തിക്കായിട്ടാണ് കറി തോന്നുന്നത് വെച്ചെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ ഒഴിച്ച് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് താളിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഏകദേശം 2 ചുവന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നന്നായി വറവായിട്ടുണ്ട് വെച്ചെങ്കിൽ ഈ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ. ഏകദേശം എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയുന്നുണ്ടാവും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.